അപ്പോൾ ഹായ് ഹലോ ഗൈസ്, വെൽക്കം ടു മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അട്ടപ്പാടി മല്ലേശ്വരംമുടി നമ്മുടെ ശിവരാത്രി കാണാനാണ് ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം ശിവരാത്രി കാണാനുണ്ടെങ്കിൽ പോകുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ അവിടുന്ന് നമ്മുടെ അട്ടപ്പാടിയത്തെ ഒരു മെയിൻ സ്പോട്ടാണല്ലോ പത്താംകുളപ്പ്. അപ്പം നമ്മുടെ അവിടേക്ക് ഒന്ന് നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് കുറേ കുരങ്ങന്മാരൊക്കെ കണ്ട് നേരെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ നമ്മൾ പിന്നെയും ചുരം കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഗായ്സ്. അപ്പോൾ ഇതിനു മുമ്പേ അട്ടപ്പാടിയിൽ കയറിയിട്ടുള്ള ആൾക്കാരും ശിവരാത്രിക്ക് വന്ന ആൾക്കാരൊക്കെ കമൻറ്റ് ബിലോ. അതുമാത്രമല്ല ഞങ്ങളുടെ നാട് അതായത് പാലക്കാട് ഇഷ്ടപ്പെടുന്നവർ മസ്റ്റായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നെ പിന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അട്ടപ്പാടി ഇഷ്ടമുള്ളവർ മസ്റ്റ് കമൻറ്റ് ഗൈസ്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ നമ്മൾ ഏകദേശം അവിടേക്ക് എത്താനായിട്ടോ. ഇതാ അവിടേക്കുള്ള റോഡാണ്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ തന്നെ കാണാം ഇഷ്ടംമാതിരി കടകൾ കണ്ടിട്ട് ഗൈസ്. അവിടെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കടകൾ, അതായത് പൊരിക്കട ആയിക്കോട്ടെ, ഹൽവ, അതുപോലെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഹൽവ, പൊരി, മുറുക്ക്, അങ്ങനെ ഇഷ്ടംമാതിരി വ്യത്യസ്ത കുറേ കടകൾ, തുണിക്കട, ചെരുപ്പ് കട പറഞ്ഞ പോലെ ഇഷ്ടംമാതിരി കടകൾ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് KSRTC പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ മസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതായത് നമുക്കിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് കാണാൻ പറ്റുന്നൊരു ബെസ്റ്റ് സ്ഥലമാണ് അട്ടപ്പാടി. ശിവരാത്രി ടൈമിൽ തന്നെ നിങ്ങൾ വരണട്ടെ ഗൈസ്. അപ്പോൾ നമ്മളിതാ അവിടെ എത്തിയപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം പേര് തിരക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ പിന്നെ നടന്നു കേട്ടോ ഗൈസ്. അവിടേക്ക് കുറച്ച് ദൂരം ഉണ്ടായതുകൊണ്ട് നടന്നു. വഴിയിലിതാ നല്ല സുന്ദരമായ അതായത് കൃഷ്ണൻ്റെ സുന്ദരമാരായ കൃഷ്ണൻ്റെ വിഗ്രഹം നമ്മൾ കണ്ടപ്പോൾ കുറച്ച് നേരമൊക്കെ നോക്കി ഇങ്ങനെ നിന്നു കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മളവിടെ നിന്ന് നേരെ പോകുന്നു. നമുക്ക് അമ്പലത്തിൽ കയറണ്ടേ. നമ്മൾ നേരെ അമ്പലത്തിലേക്കാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ ഇതാണ് അവിടുത്തെ കടകൾ. അതായത് ഇഷ്ടംപോലെ ആൾക്കാരും ജനങ്ങളും തിരക്കൊക്കെ ഇഷ്ടംപോലെ കടകളും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഓരോ രീതിയിൽ നമുക്കൊക്കെ എന്താ പറയുക, നമുക്കിപ്പോൾ എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഇങ്ങനത്തെയൊക്കെ ശിവരാത്രിയോ ഫെസ്റ്റിവലിലോ പൂരോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒന്ന് റിലാക്സ് ആവില്ലേ അല്ലേ? എന്താ നല്ല ഭംഗി. അതുപോലെ തന്നെ ഓരോ ലൈറ്റിങ് സെറ്റപ്സും കടകളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സൊക്കെ നിറയും ഗൈസ്. അങ്ങനെയായിരുന്നു കടകൾ. പിന്നെ തന്നെ നമുക്ക് അന്തം വിട്ടു പോകും ഇത്രയും കടകൾ. ഇതൊക്കെ മെയിൻ കടകളാണ്. കടകൾ തന്നെയാണ് ഗൈസ്. കാരണം എവിടെ തിരിഞ്ഞാലും കടകൾ. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ഗൈസ് നമ്മുടെ അമ്പലത്തിലേക്കാണ്. അമ്പലത്തിൽ പോയി തൊഴുകാന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ് നമ്മൾ പോകുന്നത്. എന്തായാലും എത്ര ജനക്കൂട്ടങ്ങളാണ്, നല്ല ഭംഗിയും കാണാനായിട്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക, കണ്ടാൽ നിങ്ങൾക്ക് അട്ടപ്പാടി ശിവരാത്രി കാണാം ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലുള്ളൊരു വ്യൂ ഗൈസ്. പിന്നെ ഗൈസ് ഇതാണ് നമ്മുടെ മല്ലേശ്വരംമുടി ശിവക്ഷേത്രം. ഇതാണ് കേട്ടോ ഗൈസ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്, അതായത് അമ്പലത്തിൻ്റെ എൻട്രൻസ്. നല്ല ഭംഗിയല്ലേ അമ്പലം ഇത്രയും അലങ്കരിക്കുന്നതൊക്കെ ശിവരാത്രിക്കാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ നോക്കിയൊക്കെയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പം നേരെ പിന്നെ നമ്മൾ അമ്പലത്തിനുള്ളിൽ തൊഴുകാൻ വേണ്ടി കയറി. അപ്പം അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് ഗൈസ് നിങ്ങൾ കണ്ടില്ലേ. നിറച്ചും പൂക്കളും മൊത്തം മണമായിരുന്നു. പിന്നെ നമ്മൾ അതിന് തൊഴുതൊക്കെ ഇറങ്ങി നേരെ പോന്നു ഗൈസ്. നമ്മൾ ഏകദേശം പറമ്പിൻ്റെ, അതായത് ശിവരാത്രി നടക്കുന്നതിൻ്റെ ബേക്കിലോട്ടായിട്ട് വന്നപ്പോൾ അവിടെ മ്യൂസിക്കൽ ഷോ ഉണ്ടായിരുന്നു. സ്റ്റാർ സിംഗേഴ്സിൻ്റെ മ്യൂസിക്കൽ ഷോ ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ കുറച്ചേരം കണ്ട് നേരെ പോകുന്നു. അപ്പോൾ ഇതാണ് ഫുൾ വ്യൂ, അതായത് നമ്മുടെ ശിവരാത്രിയുടെ ഫുൾ വ്യൂ, അതായത് നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൂടെ ഫുൾ വ്യൂ. അതായത് ഇതാണ് എന്തോരം കടകളായിരുന്നു എന്നറിയാം. അവിടുന്ന് നമ്മൾ കളിപ്പാട്ടം കടയിൽ നിന്നും വാച്ചടയൊന്നും വാങ്ങിയില്ല ഗൈസ്. ആശയ്ക്ക് ഒരു കളിപ്പാട്ടമൊക്കെ വായിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ നമ്മൾ വലിഞ്ഞു കയറുന്ന സ്ഥലത്തോട്ട് വന്നു. അതായത്
ഞാനും ആശയും കൂടി ഡ്രാഗൺ ട്രെയിനിൽ കയറിയിട്ടോ. പിന്നെ ഒരു സാധാ ട്രെയിനിൽ നിങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അതായത് നല്ല രസം. അപ്പോൾ ഇതായിരുന്നു കേട്ടോ അവളത്തെ എൻട്രോ. ഞാൻ ലൈറ്റൊക്കെ വെച്ച് സെറ്റപ്പ് ആയിരുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ അട്ടപ്പാടി ശിവരാത്രി കണ്ടില്ലേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.